എല്ലാവർക്കും ടെക്ലൈ മലത്തിലെ സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മോട്ടോ G75 കുറിച്ചാണ്. സോ അടുത്ത് തന്നെ ഇറങ്ങാൻ പോകുന്ന ഒരു സ്മാർട്ട് ഫോൺ തന്നെയാണ് ഇന്ത്യയിൽ. സോ ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിൽ പ്രൈസ് ഇറങ്ങാൻ പോകുന്ന പ്രൈസും ഇതിൻ്റെ സ്പെക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അടിപൊളി ഫോണാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു കുറവ് ഈ സ്മാർട്ട് ഫോണിൽ കാണുന്നുള്ളൂ, അതിന് വരുമ്പോൾ പറയാം. അല്ലാണ്ട് നോക്കുവാണെങ്കിൽ അടിപൊളി ഫോണാണ്. സോ ഡിസൈൻ വൈസ് നമ്മൾ നോക്കുവാണെങ്കിൽ Edge50 ഫ്യൂഷൻ്റെ സെയിം ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് പുറകിൽ. സോ 8.3 മില്ലിമീറ്ററാണ് തിക്നെസ് വരുന്നത്, 208 ഗ്രാം വെയിറ്റ്, ലെതർ ബാക്കാണ് വരുന്നത്, പ്ലാസ്റ്റിക് ഫ്രെയിം, IP68 റേറ്റിംഗ് വരുന്നുണ്ട്, മിലിറ്ററി സ്റ്റാൻഡേർഡ് 810 സർട്ടിഫയർ ആണ്, പിന്നെ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. സോ ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ അടിപൊളിയാണ് ഈ ഫോൺ, ഡ്യൂറബിലിറ്റി അടിപൊളിയാണ്, ഡിസൈനും അടിപൊളിയാണ്. സോ നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 6.78 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD പ്ലസ് 120 ഹെർട്സിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. 1000 നിറ്റ്സ് ബ്രൈറ്റ്നസ്, ഗൊറില്ല ഗ്ലാസ് 5 ആണ് പ്രൊട്ടക്ഷൻ വരുന്നത്. സോ ഈ പ്രൈസ് റേഞ്ചിൽ ചില ഫോണുകൾ നമുക്ക് ഇവിടെ AMOLED പാനലൊക്കെയായിട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് IPS ആണ് കിട്ടുന്നത്. ഈ ടൈമിൽ ഇപ്പോൾ AMOLED പാനലിനുള്ള ഫോണുകൾക്ക് ഒരു കഷ്ടകാലം പിടിച്ച സമയമാണ് ഇപ്പം. കാരണം അപ്ഡേറ്റ്സ് കിട്ടി അപ്പം കിട്ടും, ഗ്രീൻ ലൈനും ഇഷ്യൂസൊക്കെ വരുന്നുണ്ട്. സോ അതൊരു വേറെ കാര്യം. പക്ഷേ ക്വാളിറ്റി വെച്ച് നോക്കുവാണെങ്കിൽ ഒബിയസ്ലി AMOLED ആണ് ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. പിന്നെ ഓഡിയോയുടെ കാര്യം നമ്മൾ നോക്കുവാണെങ്കിൽ ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് വരുന്നത്, പിന്നെ ഡോൾബി അറ്റ്മോസ് സർട്ടിഫൈഡ് ആണ് വരുന്നത്. സോ ഡിസ്പ്ലേയും ഓഡിയോ കാര്യത്തിലും അടിപൊളിയാണ്. സോ AMOLED ഒഴിച്ച് കഴിഞ്ഞാൽ അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് അടിപൊളി തന്നെയാണ് വരുന്നത്. നമ്മളിവിടെ പെർഫോമൻസിനായിട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു പുതിയ പ്രോസറാണ്, പുതിയ പ്രോസർ അല്ല, ചെറിയ റീബ്രാൻഡ് തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 6 Gen 3 ആണ്, 4 നാനോമീറ്റർ പ്രോസറാണ്. ഇതിൻ്റെ സ്പെക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. LPDDR4X RAM, UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. പിന്നെ ഹൈബ്രിഡ് കാർഡ് സപ്പോർട്ട് ഉണ്ട്. സോ 1 TB വരുന്നൊക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇത് വേറെ ഒന്നുമല്ല, നമ്മുടെ സ്നാപ്ഡ്രാഗൺ 7S Gen 2 ഉണ്ടല്ലോ, അതിൻ്റെ ഒരു അണ്ടർക്ലോക്ക്ഡ് വേർഷനാണ്. നമ്മുടെ 7S Gen 2 എഫിഷ്യൻസി കോഴ്സ് 1.95 GHz ആണെങ്കിൽ ഇവിടെ 1.8 GHz, അല്ലാണ്ട് വേറെ ഡിഫറൻസ് ഒന്നുമില്ല. സെയിം GPയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. സോ അതിൻ്റെ അടുത്ത് തന്നെ പെർഫോമൻസ് തന്നെ കിട്ടും. പിന്നെ അത്യാവശ്യം സ്റ്റേബിൾ ആയിട്ടുള്ള പ്രോസർ തന്നെയാണ്. ആൻറ്റിറ്റി സ്കോർ നമ്മൾ നോക്കുവാണെങ്കിൽ 5,22,216 ആണ് ടോട്ടൽ. CPU 1,67,652, GPU 97,094. നെക്സ്റ്റ് നമ്മൾ OSൻ്റെ നമ്മൾ നോക്കുവാണെങ്കിൽ ഹലോ UI ആണ് വരുന്നത്. മോട്ടോയുടെ Android 14 വരുന്നുണ്ട്. പിന്നെ 5 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റും 6 വാട്ട്സ് സെക്യൂരിറ്റി അപ്ഡേറ്റ് ആണ് വരുന്നത്. സോ മോട്ടോയുടെ അപ്ഡേറ്റ്സിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റുവാണ്. ഇപ്പോൾ അപ്ഡേറ്റ്സ് നല്ലോണം കൊടുക്കുന്നുണ്ട്. പിന്നെ കറക്റ്റ് ടൈമിൽ കൊടുത്താൽ അടിപൊളിയായിരിക്കും. പിന്നെ OS നമുക്കറിയാം മോട്ടോയുടെ അങ്ങനെ ആഡ്സോ കാര്യങ്ങളൊന്നും വരുന്നില്ല, പിന്നെ ക്ലീൻ ആണ്. സോ നമ്മളിനി ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് പുറകിൽ വരുന്നത്. പ്രൈമറി നമുക്കൊരു 50 മെഗാപിക്സൽ f1.8 ആപ്ചർ വരുന്ന സോണി ലിറ്റിയ 600 സെൻസറാണ്. OIS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 4K 30 FPS ആണ് മാക്സ് റെക്കോർഡ് ചെയ്യാൻ പറ്റുക. സെക്കൻഡറി നമുക്കൊരു 8 മെഗാപിക്സൽ f2.2 അൾട്രാവൈഡ്, അത് മാക്രോ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അവിടെ നമുക്ക് 4K 30 FPS ഉണ്ട്. ട്രിപ്പിൾ ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം, ഒരു ഫ്ലിക്കർ സെൻസർ വരുന്നുണ്ട്. പിന്നെ പ്രൈമറി നമുക്കൊരു സെൽഫി ക്യാമറ നമ്മൾ നോക്കുവാണെങ്കിൽ 16 മെഗാപിക്സൽ f2.5 സെൽഫി ക്യാമറയാണ്. അവിടെ നമുക്ക് 4K 30 FPS എടുക്കുന്നുണ്ട്. സോ എല്ലാ ക്യാമറയിലും 4K നമുക്ക് റെക്കോർഡിംഗ് ഫീച്ചർ വരുന്നുണ്ട്. ഈ പ്രൈസ് നിങ്ങൾ നോക്കണം, 16,000 പ്രൈസ് തന്നെയാണ് ഫോണിൻ്റെ ആ റേഞ്ചാണ് വരുന്നത്. ഇവിടെ വേറൊരു ഫോണും നമുക്ക് എല്ലാ ക്യാമറയിലും 4K റെക്കോർഡിംഗ് കൊടുത്തിട്ടില്ല. സോ ക്യാമറ ഈ ഫോണിന് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫോക്കസാണ് ഈ ഫോണിന്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പെക്കാണ് ശരിക്കും മോട്ടോ കൊടുത്തേക്കുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ 16K ബെസ്റ്റ് ഒരു ക്യാമറ ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. സോ നമ്മളിനി ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ 5000 mAh ബാറ്ററി, 30 വാട്ടിൻ്റെ ചാർജർ ബോക്സിൽ കിട്ടും. പിന്നെ 15 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ ബാറ്ററി നമ്മൾ നോക്കുവാണെങ്കിൽ എല്ലാ സ്പെക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററി ലൈഫ് അത്യാവശ്യം നല്ല തന്നെയായിരിക്കും. പിന്നെ നമുക്കിവിടെ അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോസർ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നമുക്ക് നല്ല ബാക്കപ്പും കിട്ടും. നെക്സ്റ്റ് നമ്മൾ കണക്ടിവിറ്റി നോക്കുവാണെങ്കിൽ നമുക്കിവിടെ 5G ആണ് വരുന്നത്. പിന്നെ ഇന്ത്യ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല, അതുകൊണ്ട് എത്ര ബാൻഡ് കിട്ടുമെന്ന് അറിയത്തില്ല. Wi-Fi 6 ആണ്, ബ്ലൂടൂത്ത് 5.4 വരുന്നുണ്ട്, NFC വരുന്നുണ്ട്, ഹൈബ്രിഡ് കാർഡ്സിലോട്ട് വരുന്നുണ്ട്, USB Type-C 2.0 ആണ് വരുന്നത്. കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം വരുന്നുണ്ട്, ഒരു കുറവുമില്ല. നെക്സ്റ്റ് പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2 വേരിയൻ്റാണ്, 8GB 128ഉം 8GB 256. എക്സ്പെക്റ്റഡ് പ്രൈസ് എന്ന് പറയുകയാണെങ്കിൽ 16,000 തൊട്ട് 18,000 വരെയാണ്. കാരണം മോട്ടോ G85 നമുക്ക് ഒരു 18,000 രൂപയ്ക്കാണ് വരുന്നത്. സോ അതിൻ്റെ താഴെ എന്തായാലും അതിൻ്റെ താഴെ ആയിരിക്കും വരാൻ പോകുന്നത് G75. സോ 16,000 തൊട്ട് 18,000 രൂപ ആ റേഞ്ച് ആയിരിക്കും ഈ ഫോണിൻ്റെ പ്രൈസ് വരുവാണെങ്കിൽ. ആ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കിട്ടിക്കൻ ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. പിന്നെ മോട്ടോ G75 ആയിട്ട് കമ്പീറ്റ് ചെയ്യാൻ പറ്റിയ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 ഫോണുകളുണ്ട്. പിന്നെ ഒന്ന് നമ്മുടെ iQOO C9X, റിയൽമി വിവോ T3X, നമ്മുടെ റിയൽമി P1, അങ്ങനത്തെ ഫോണുകളൊക്കെ ആ പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. മോട്ടോ M35. സോ iQOO C9Xും നമ്മുടെ വിവോ T3X ഒക്കെ എന്താ പറയുക, IPS ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ക്യാമറ അത്രയും പോരാ, പിന്നെ ചില പെർഫോമൻസ് ഇത്രയും വരത്തില്ല. പിന്നെ അടുത്ത് നിൽക്കാൻ പറ്റിയൊരു ഫോണെന്ന് പറഞ്ഞാൽ നമ്മൾ റിയൽമി P1 തന്നെയാണ്. അതിൽ AMOLED പാനലാണ് വരുന്നത്. പിന്നെ Dimensity 7050 ഒക്കെയാണ് വരുന്നത്. അത് തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ഫോൺ തന്നെയാണ്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഡിസ്പ്ലേ ബെറ്റർ ആണ് അതിൽ കാര്യങ്ങളൊക്കെ, പക്ഷേ ക്യാമറ അത്രയും വരത്തില്ല. സോ
ഇപ്പോൾ എടുത്ത് നോക്കുവാണെങ്കിൽ ഇപ്പോൾ എനിക്കൊരു ബാലൻസ് ആയിട്ടുള്ള ഫോൺ തോന്നിയത് മോട്ടോ G75 ആണ്. അത് കുറവുണ്ട്, AMOLED ഡിസ്പ്ലേ വരുന്നില്ല എന്നുള്ളൊരു കുറവ് മാത്രമേ സ്മാർട്ട് ഫോണുള്ളൂ. അല്ലാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ക്യാമറ നല്ലതാണ്, ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, പെർഫോമൻസ് നല്ലതാണ്, ബാറ്ററിയുടെ കാര്യത്തിൽ എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആ ഡിസ്പ്ലേ AMOLED അല്ല എന്നുള്ളൊരു കാര്യം മാത്രമേ കുഴപ്പമുള്ളൂ. അല്ലാണ്ട് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഫോൺ തന്നെയാണ്. പ്രൈസ് റേഞ്ചിൽ നമുക്ക് IP68 റേറ്റിംഗ് വരുന്നുണ്ട്, നമുക്ക് മിലിറ്ററി സ്റ്റാൻഡേർഡ് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്, പിന്നെ OIS ഉള്ള ക്യാമറ വരുന്നുണ്ട്, പിന്നെ വയർലെസ് ചാർജിങ് കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഫോണാണ്. ഇപ്പോൾ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ വേണമെന്നുള്ളവർക്ക് Realme P1 ആ ഫോണിലോട്ടൊക്കെ പോകാം. അല്ലാണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ എനിക്ക് ഈ ഫോണാണ് ഇച്ചിരി ബെറ്റർ ആയിട്ട് തോന്നിയേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സജഷനും കാര്യങ്ങളൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ സ്മാർട്ട് ഫോൺ ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടൊക്കെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യുക. സോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹിറ്റ് ദ ബെൽ ഐക്കൺ ഫീച്ചർ. നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ